നമ്മുടെ മക്കളെ മുത്തം വെക്കണം. നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കണം. ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം. കുട്ടി പറയാണ്, ഉമ്മ എനിക്ക് ഇന്നത് കിട്ടണം എന്നൊരു മോഹമുണ്ട്, അത് നിങ്ങളൊരു കണ്ടീഷൻ വെച്ചോ. ഉദാഹരണത്തിന് സൈക്കിൾ ചോദിക്കാൻ, പ്രത്യേകിച്ച് 15,000 20,000 രൂപയുടെ അത് ഗിയറുള്ള സൈക്കിൾ ചോദിക്കാൻ. ആ സമയത്ത് നിങ്ങൾ പറയണം, വാങ്ങിത്തരാം മോനെ, പക്ഷേ നീ +2 കഴിഞ്ഞിട്ട് +2 എല്ലാറ്റിലും A+ വാങ്ങുമ്പോൾ കണ്ടീഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് പോയിക്കോ. കുട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ സ്വർഗ്ഗത്തിൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞതെന്നറിയോ? അത് പറഞ്ഞിട്ട് നിങ്ങളെ മോഹിപ്പിക്കാനൊന്നുമല്ല. കണ്ടീഷൻ വെക്കുമ്പോൾ അത് ചെയ്യുക എന്നത് മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. അല്ല, അങ്ങനെ തന്നെയല്ലേ? ഓരോ കാര്യങ്ങളും ഓഫർ വരുമ്പോഴാണ്. അല്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ പോകുന്നവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ കണ്ടീഷനാണ് ഈ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്, അല്ലാതെ ദുർവ്യാഖ്യാനം നടത്താനല്ല. അഥവാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗരഭ്യം ഒരു പക്ഷേ എന്തായിരിക്കാം? ഈ പറയുന്ന നല്ല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സംസർഗങ്ങളാകാം. അതിനൊക്കെ മലയാള ഭാഷയുടെ വേറെ ഭാഷകളൊക്കെ നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ആ സംസർഗമാണ് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്നതെങ്കിൽ, സംസർഗം എന്ന് പറയുന്നത് സ്വർഗത്തിൽ അപാരതയിലുണ്ട് എന്ന് പറയുന്നത് പാതിരാവിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് ലക്ഷ്യം വെക്കാനല്ല. മനുഷ്യനെ ഉത്തേജിപ്പിക്കുക എന്നത്, മോട്ടിവേറ്റ് ചെയ്യുക എന്നത്, അവനെക്കുറിച്ച് പറയുക എന്നത് അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇതേപോലെ കുട്ടികൾക്ക് നിങ്ങൾ ഓഫർ ചെയ്ത് കൊടുക്കുക. ഈ അടുത്തിടെ എൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടി ഹിഫ്ള് പൂർത്തിയാക്കാതെ വന്നിരിക്കുകയാണ് മദ്രസയിൽ നിന്ന്. അപ്പം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ്. ഞാൻ ആ കുട്ടിയെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആദ്യത്തെ 10 ജ്യൂസ് നേരത്തെ പഠിച്ചിട്ട് പിന്നെ കളിയിൽ കുടുങ്ങിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് ഹിഫ്ള് പൂർത്തിയാക്കാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ അവിടെ പോകാൻ ആഗ്രഹമില്ല എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അവനോട് പറഞ്ഞു, അതായത് അന്ന് അവൻ വീട്ടിൽ നിന്ന് വന്നത് എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ ഒരിക്കലും ഹിഫ്ള് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടാണ്. പെട്ടെന്ന് പഠിക്കണ മോനുമാണ്. ഞാൻ അവനൊരു ഓഫർ കൊടുത്തു. എന്തെന്ന് ചോദിച്ചാൽ, ഹിഫ്ള് പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് 25,000 രൂപ തരാമെന്ന് പറഞ്ഞു. 25,000 രൂപേൻ്റെ സാധനം എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. 25,000 രൂപയ്ക്ക് ഒരു ഹാഫിളാകുകയാണെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചു. അതിൽ കുട്ടി സമ്മതിച്ചിട്ടൊരൊറ്റ പോക്കാണ്. ഓഫറുകൾ കുട്ടികളെ വല്ലാണ്ട് മാറ്റിമറിക്കും. അതുകൊണ്ട് നമ്മളെ സമയം ഒരു ഓഫറും കൊടുക്കൂല. ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ 5,000 10,000 ഒക്കെ എണ്ണണ് കുട്ടി കാണുന്നുണ്ട്. കുട്ടി ഒരു പറയാണ്, ഉമ്മാക്ക് ഒരു 50 രൂപയാണ് മിഠായി അങ്ങനെ കൊടുക്കൂല. പിന്നെ അവൻ അയൽവാസിൻ്റെ അടുത്ത് നിന്ന് മോട്ടിക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യും? കുട്ടികൾ വഷളാകുമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കരുത്, വഷളാകാൻ മാത്രം കൊടുക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? വഷളാകുമെന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്, വഷളാകാൻ മാത്രം കൊടുക്കുകയും ചെയ്യരുത്, അത്രമാത്രം കൊടുക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് മിഠായിക്കൊക്കെ പൈസ ചോദിക്കുമ്പോൾ അവനിപ്പോൾ പറയാണ്, എന്ത് എനിക്ക് പിസ വേണം, എനിക്കത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്കൊക്കെ അതൊന്ന് കൊടുന്നു കൊടുക്ക്. നിങ്ങൾ കൊടുക്കുന്നവരെന്നെയാണ് എല്ലാന്നല്ല. പക്ഷേ ചില പിശുക്കത്തിന്മാരിപ്പോഴുണ്ട്. ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ എന്ന് മെല്ലെ മെല്ലെ കുറി കൂടിയിട്ട് ആഭരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. നിങ്ങളെ പീച്ചമ്മൂട്ടിൽ കുടുംബത്തിലുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ആഭരണം ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ്? അതിന് പകരം നമ്മുടെ കുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കുടുംബത്തോട് പറയുന്നു, സംസാരം നീട്ടുകയല്ല, ഇതിന്റെ പ്രതിവിധിയിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകാം. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടികളെയും കൊണ്ട് ഒന്ന് ഔട്ടിങ്ങിന് പോകണം. ഇപ്പോഴും കച്ചവടക്കാരായ പല ആൾക്കാരും അതിന് നിൽക്കുന്നില്ല, അവർക്ക് ഷോപ്പാണ്. കാരണം മാസത്തിൽ ഒരിക്കലെങ്കിലും മക്കളെയും കൊണ്ട് ടൂറ് പോകണം. താമസിച്ചിട്ട് കുറെ പൈസ ചെലവാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടുപോകണം. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം ഇഷ്ടം പോലെ കൊണ്ടുകൊണ്ടെന്നാലും മാസത്തിൽ ഒരിക്കലെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു വട്ടമെങ്കിലും. ഞാൻ ഹോട്ടലുകാർക്ക് ബില്ലുണ്ടാക്കി കൊടുക്കുക, നിങ്ങൾ ചെറിയ ഭക്ഷണം കഴിച്ചാൽ മതി. അടുക്കളയിൽ നിന്ന് ഇവരെ ഒന്ന് മോചിപ്പിക്കണം. എല്ലാ പെണ്ണുങ്ങളും നേരം പൊഴുത്തിട്ട് ഇങ്ങനെ സുബഹിസ്കരിച്ചിരിക്കുക, പടച്ചോനെ ഞാൻ അംഗം വെട്ടാൻ ഇറങ്ങണമല്ലോ എന്നുള്ളതാണ്. അടുക്കള അവർക്കൊരു അംഗമുറയായിട്ട് തോന്നുകയാണ്. അതിൽ നിന്ന് മാറ്റി ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഓഫർ കൊടുത്ത് ആ ദിവസത്തിന് വേണ്ടി കാത്തുക്കും. എന്തുകൊണ്ടാണ് കമ്പനിയിൽ വലിയ സ്ട്രെസ്സോട് കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തുക്കുന്നത്? ഞായറാഴ്ച വരാനുണ്ടല്ലോ എന്ന ചിന്തയിൽ നിന്നാണ്. കുട്ടികളെ അങ്ങനെ വളർത്തിയെടുക്കണം. ഇതേപോലെ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ കൂടിയിരുന്നിട്ട് ആ വീട്ടിലുള്ള കുടുംബനാഥൻ ഒരു പ്രതാപിയാണെങ്കിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. മോൻ്റെ പഠനത്തെക്കുറിച്ച്, നമ്മളെ ഖുർആന്റെ പഠനത്തെക്കുറിച്ച്, വിശുദ്ധമാക്കപ്പെട്ട പഠനങ്ങളെക്കുറിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ജസ്റ്റ് ഒരു ഡിസ്കഷൻ, ഫാമിലി ഡിസ്കഷൻ എന്ന് പറയും, മഷൂറ എന്ന് വേണമെങ്കിൽ നിങ്ങളതിനെ വിളിച്ചോളൂ. ഇത് നിർബന്ധം. നിങ്ങൾ ഉയർന്നു പോയ ആളുകളെ മുഴുവൻ നോക്ക്. അവരുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവായിരിക്കും ഒരു പക്ഷേ. അത് ആഴ്ചയിൽ കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ആ കുട്ടിയെ വെച്ച് ലക്ഷ്യം വെക്കണം നിങ്ങൾ. അതിമനോഹരമായി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം നിങ്ങൾ. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു 10 വയസ്സായ കുട്ടിയുണ്ടെങ്കിൽ 20 വയസ്സാകുമ്പോൾ അവൻ എവിടെ എത്തണമെന്ന് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. എന്നാലും പറഞ്ഞോട്ടെ, ഞാൻ അങ്ങനെ എൻ്റെ മക്കളെ വെച്ച് ലക്ഷ്യം വെച്ചിരുന്നു. എല്ലാ ലക്ഷ്യവും പൂർത്തിയാക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഇന്ന മകൻ, ഇപ്പം മാഷൂക്ക് എന്ന് പറയുന്ന മകൻ
UK ഇന്ന കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിയണമെന്നും അവൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിയണമെന്നും അവനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് 5-ാമത്തെ വയസ്സിലാണ്. അവൻ 5 വയസ്സുള്ളപ്പോഴാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവനൊരു ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നാട്ടിൽ വന്ന് വീണ്ടും PGക്ക് വേണ്ടി പോയിരിക്കാൻ ടോപ്പ് റേഞ്ചിലുള്ള ഒരു കോളേജിലേക്ക്. ഞാൻ ആ സ്വപ്നം കാണുന്നത് അവന് 5 വയസ്സുള്ള സമയത്താണ്. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. മനുഷ്യന്റെ കിനാവുകൾ ഏറ്റവും ശക്തമായ ഒരു എനർജിയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും വെച്ച് നമ്മൾ സ്വപ്നം കാണണം. എൻ്റെ ഉമ്മയെ വെച്ച് ഞാൻ സ്വപ്നം കാണണം. ഉമ്മമാരുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മ 15 വർഷം മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, നിങ്ങളൊരു വീട് വെക്കുന്നുവെങ്കിൽ ആ വീടിന്റെ ഉദ്ഘാടനം എൻ്റെ ഉമ്മയെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കുമെന്ന് നിങ്ങൾ എന്താക്കണം, മനസ്സിൽ ശാഠ്യം പിടിക്കണം. നിങ്ങൾ തങ്ങന്മാരെ വിളിച്ചോളൂ, ഉസ്താദുമാരെ വിളിച്ചോളൂ, ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിക്കോളൂ. ചാവി തിരിക്കേണ്ടത് ഉമ്മയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ വീടിന്റെ ഓപ്പണിങ്ങിന് ഈ ലോകത്തിൽ ആരും ഉണ്ടാകാൻ പാടില്ല. ഇഫ് ഇറ്റ് ഈസ് പ്രസിഡന്റ് ഓർ പ്രൈം മിനിസ്റ്റർ, ആര് വന്നാലും സ്വന്തം മാതാവിനെ കൊണ്ടായിരിക്കണം നമ്മുടെ ഉദ്ഘാടനങ്ങൾ ചെയ്യിക്കേണ്ടത്. കാരണം അവരെ പോലെ മനസ്സുരുകി പ്രാർത്ഥിക്കാൻ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി മറ്റാരുമില്ല. മാതാപിതാക്കൾ അത്രമാത്രം പൊസിഷനിൽ നമ്മൾ വെക്കണം. നമ്മുടെ വീടിന്റെ ഉദ്ഘാടനം മുതൽ ഇതുപോലെയുള്ള സംഘങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇവിടെ വന്നിട്ട് പലരും ഉദ്ഘാടനം ചെയ്തു, നല്ലത് മാഷാ അല്ലാഹ്, ഇത് മാഷാ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷേ കൂട്ടത്തിൽ ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആദരങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ കാരണവന്മാരെ കൊണ്ട് ആദരം കൊടുപ്പിക്കുക. ഇവിടുത്തെ യുവാക്കൾ കയറി വന്ന് ആദരം വാങ്ങട്ടെ. അങ്ങനെ സുന്ദരമായി കുടുംബത്തിലെ അംഗങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥയുണ്ടാകണം. ഈ പ്രായം ചെന്ന പല ആൾക്കാർ ഇതുവരെ സ്റ്റേജിൽ കയറിയിരിക്കാത്ത ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഇന്ന് ഇരുത്തിയത് ജീവിതത്തിൽ ഒരു ദശാസന്ധിയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ കൊണ്ടുപോകണം. എൻ്റെ പ്രസംഗം നിർത്താൻ സമയമാകുമ്പോൾ സമയം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കുറിപ്പ് തന്നാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ശ്രദ്ധിച്ചോ. നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്, ഒക്കെ ഉണ്ട്, പിരിയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങളും കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ. ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഈ കുടുംബം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഈ കുടുംബത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് കൂടുകയാണ്. പീച്ചം വീട്ടിൽ കുടുംബം ആദ്യമായിട്ടാണ് സമ്പൂർണ്ണ കുടുംബ സംഗമം നടത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കൂട്ടങ്ങൾ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്തായാലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ എന്നാലും ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ആളെന്ന ഒരു ചെറിയ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഒന്നിവിടെ ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് സുന്ദരമായൊരു കരിയർ ഡെസ്കാണ്. നിങ്ങളിപ്പോൾ ആദരം കൊടുത്തില്ലേ, ഈ ഡോക്ടറും ഈ CA കാരനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, അവരെ കൂട്ടിയിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കുക. അപ്പം ഈ 2 ആളിൽ ഇത് ഒതുങ്ങില്ല. അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് CA കാരായിട്ട് മാറും. കാരണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരമായ ഒരു കരിയർ ഡെസ്കാണ്. ആ കരിയർ ഡെസ്ക് നടത്തുമ്പോൾ എക്സ്പേർട്ടുകളെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അവർ ചില ടെസ്റ്റുകൾ നടത്തും. ഓരോ കുട്ടികൾക്കും ഏതൊക്കെ മേഖലയിലേക്ക് കയറിപ്പോകാമെന്ന്, ഏതൊക്കെ മേഖലയിലേക്ക്. ഇപ്പം CA കാരാകാൻ നല്ല ബെസ്റ്റ് കുട്ടികൾ ഏതൊക്കെയെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ തിരഞ്ഞെടുക്കാൻ അവർക്ക് പറ്റും. മെഡിക്കലിന് പോകാൻ പറ്റിയ ആളുകൾ ഏതൊക്കെയെന്ന്. ഞാൻ ഈ അടുത്തിടെയായിട്ട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരു മോളുണ്ട്, ഡോക്ടർ അമീന. അവളിപ്പോൾ US സാക്ഷാൽ ഹാർവാർഡ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വിടുകയാണ്, എങ്ങനെയാണ് സാർ നിങ്ങളോട് നന്ദി പറയേണ്ടത് എന്നറിഞ്ഞുകൂടെ. ഞാനൊരു നയാ പൈസ പോലും ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ എവിടെയെങ്കിലും ചിലപ്പോൾ സംസാരങ്ങൾ കേട്ടതാകാം. ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അതിലെ ഏറ്റവും ടോപ്പ് വിങ്ങാണ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂള്. അവിടെയാണ് ഇന്ന് ഡോക്ടറായിട്ട്, അതും ഈ കാണുന്ന കൊണ്ടോട്ടിക്കപ്പുറത്തുള്ള സാധാരണ ഒരു ഉസ്താദിന്റെ 4 പെൺകുട്ടികളിൽ പെൺകുട്ടിയായി ഒരു നയാ പൈസക്ക് വകയില്ലാത്തൊരു പാപം കുട്ടി പഠിച്ചുയർന്നു പോയിട്ട് അവളെങ്ങാനും പഠിച്ചിറങ്ങിയാൽ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു കുട്ടിയായി മാറിയേക്കാം. പക്ഷേ അമേരിക്കയിൽ അവൾ പഠിക്കുമ്പോഴും നിങ്ങളെപ്പോലെ പർദ്ദയും മഫ്തയും ഇട്ടുകൊണ്ട് തന്നെയാണ് അവൾ ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുടുംബത്തിൽ നിന്നും അങ്ങനെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്കൊരു വിങ് ഉണ്ടായിരിക്കണം. ആ വിങ് അത് മാത്രമേ ശ്രദ്ധിക്കാവൂ. എഡ്യൂക്കേഷൻ വിങ് എന്നോ കരിയർ വിങ് എന്നോ നിങ്ങൾക്കതിന് പേര് കൊടുക്കാം.